അങ്ങനെ വേറൊരു ലീവുള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. രാവിലെ തന്നെ ജിം പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട്. ഇപ്പം ചൂട് കൂടിയതുകൊണ്ട് തന്നെ, ചൂട് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പീക്കായി ഇവിടെ ചൂട്. അതുകൊണ്ട് വൈകുന്നേരം പാർക്കിലേക്ക് നടക്കാൻ പോകുന്നത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഞാനവിടെ പെൻഡിങ് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചത്തുപോകും നടന്നു കഴിഞ്ഞാൽ, അത്രക്കും ചൂടാണ്. അതുകൊണ്ട് ഞാൻ ട്രെഡ്മില്ലിൽ കുറച്ച് നേരം നടക്കും, പിന്നെ കുറച്ച് വർക്കൗട്ടും ചെയ്യും. അങ്ങനെയാണിപ്പം എൻ്റെ എക്സസൈസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഭയങ്കര എന്താ പറയുക, എപ്പോഴും അങ്ങനെ ജിമ്മിൽ പോയി ചത്ത് കിടന്ന് പണിയെടുക്കാറൊന്നുമില്ല. പക്ഷേ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പോകാണ്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ പോയിട്ട് പെട്ടെന്ന് പോകാണ്ടിരിക്കുമ്പം നമുക്ക് അയ്യോ ഒരു 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 ഇതാണ്, നമ്മളെന്തോ ചെയ്തിട്ടില്ല നമുക്ക് വേണ്ടിയിട്ടും തോന്നും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പോകുമ്പോൾ നമുക്കൊരു ഫീൽ വരുന്നത് നല്ലതാണെന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത്. പ്രോഗ്രസ് ഉണ്ട് എന്നാണ് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ചിലപ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും മടി പിടിച്ചിരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പം വിചാരിക്കും വേണ്ട, എന്തിനാ വെറുതെ വീട്ടിൽ വെറുതെ ഫോണൊക്കെ ഇരിക്കാനല്ലോ, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ പോവും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാനും കുഞ്ഞിപ്പെണ്ണും കുറേ നേരം സമയമൊക്കെ ചിലവഴിച്ചതിന് ശേഷം ഞാനിങ്ങനെ കുഞ്ഞിപ്പെണ്ണൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വീഡിയോ ഒക്കെ ഒന്ന് വെച്ച് നോക്കി, തടിയിൽ എത്ര ചേഞ്ച് ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഫീഡിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി മെലിഞ്ഞിരിക്കുമായിരുന്നു. ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഫാറ്റി ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുറച്ചിട്ട് വരാം. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഏട്ടൻ്റെ കമ്പനി ബസ് വരുന്നത്. അപ്പം ഏട്ടന് സർപ്രൈസായിട്ട് നമുക്ക് അച്ഛനെ കൂട്ടാൻ പോകാം അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കുഞ്ഞിപ്പെണ്ണും ഇതേ ബാക്കിലേക്ക് ഇറങ്ങി. നല്ല ചൂടാണ്. ആ ചൂടത്ത് 2 മിനിറ്റ് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ തളരും. അത്രക്കും അതികഠിനമായ ചൂടിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ അച്ഛനെ കണ്ടപ്പോൾ ഹാപ്പിയായി ഓടിപ്പോയിട്ട് ഏട്ടനെ ഹഗ് ചെയ്യുന്നല്ലോണ്ട്. അങ്ങനെ ഏട്ടനും ഹാപ്പിയായി നമ്മളെ കണ്ടപ്പം. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ തോളിലൊക്കെ ഒന്ന് കൈയിടുന്നു. ഇവിടെ എന്നെ വലിയ മൈൻഡൊന്നും ഇല്ലാട്ടെ ഇപ്പം പിന്നെ നമ്മളെ കുട്ടീനെയാണല്ലോ സ്നേഹിക്കുന്നതെന്ന് കാണുമ്പോൾ പിന്നെ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം, അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കുഞ്ഞു വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, സി യു.